വീട്ടിൽ നിന്നും പൂജാസാധനങ്ങളും നിലവിളക്കും മോഷ്ടിച്ച സംഭവത്തിൽ രണ്ടുപേരെ പോലീസ് പിടികൂടി. പിറവന്തൂർ പുന്നല മുമ്മൂല രഞ്ജിത്ത് ഭവനിൽ 32 വയസ്സുള്ള രഞ്ജിത്ത, കടക്കാമൺ ബിജു ഭവനിൽ 42-കാരനായ ഷൈജു എന്നിവരെയാണ് പുനലൂർ പോലീസ് അറസ്റ്റ് ചെയ്ത. മെയ് 8-ാം തീയതിയാണ് കേസിനാസ്പദമായ സംഭവം. പിറവന്തൂർ മുക്കടവ് കുരിയോട്ടുമല ഡയറി ഫാമിന് സമീപം പീടികയിൽ വീട്ടിൽ രോഹിണിക്കുട്ടിയുടെ വീട്ടിലെ പൂജാമുറിയിൽ നിന്നും രാത്രിയിൽ നിലവിളക്കുകളും മറ്റ് പൂജാസാമഗ്രികളും മോഷ്ടിക്കുകയായിരുന്നു. വീട്ടമ്മയുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ പുനലൂർ പോലീസ് അന്വേഷണം ആരംഭിച്ചു. മോഷണ വസ്തുക്കൾ വിൽക്കുവാൻ ശ്രമിക്കുന്നതിനിടെയാണ് പ്രതികളെ പോലീസ് പിടികൂടിയത്. പുനലൂർ KSRTC ബസ് സ്റ്റാൻഡിൽ നിന്നും അഞ്ചൽ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നിന്നും ബൈക്കുകളും കായംകുളം പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നിന്നും ഓട്ടോറിക്ഷയും പ്രതികൾ അപഹരിച്ചതായി അന്വേഷണ സംഘം പറയുന്നു. മുൻപ് പേപ്പർ മിൽ മോഷണക്കേസിലെ പ്രതിയാണ് പിടികൂടിയ രഞ്ജിത്തെന്നും പോലീസ് പറയുന്നുണ്ട്. ഇന്ന് പുനലൂർ പോലീസ് സ്റ്റേഷനിൽ കുരിയോട്ടുമല രോഹിണി എന്ന് പറയുന്ന സ്ത്രീയുടെ പരാതിയിൽ ഒരു മോഷണത്തിന് കേസെടുത്തിട്ടുണ്ടായിരുന്നു. അവരുടെ വീട്ടിൽ നിന്നും കുറച്ച് വെങ്കലത്തിലുള്ള വിളക്കുകൾ, പിന്നെ കുറച്ച് വെങ്കല പാത്രങ്ങളൊക്കെ മോഷണം പോയതായിട്ടായിരുന്നു പരാതി. അതിൻ്റെ അന്വേഷണത്തിൽ ഇത് മോഷണം ചെയ്തത് പുന്നല സ്വദേശികളായ രഞ്ജിത്ത്, അയാളുടെ വട്ടപ്പേര് വേടൻ എന്നാണ്, വേടൻ രഞ്ജിത്ത്, ഷൈജു എന്നിവർ ചേർന്നാണെന്ന് മനസ്സിലാവുകയും അവർ രണ്ടുപേരെയും ഞങ്ങൾ അറസ്റ്റ് ചെയ്തിട്ടും ഉണ്ട്. അവരെ പത്തനാപുരം പോലീസ് സ്റ്റേഷൻ ലിമിറ്റിൽ നിന്നാണ് അറസ്റ്റ് ചെയ്തത്. ഈ അറസ്റ്റ് ചെയ്തതിന് ശേഷം ഇവരുടെ കൺഫെഷനിൽ, രഞ്ജിത്തിന്റെ കൺഫെഷനിൽ അയാൾ അഞ്ചൽ പോലീസ് സ്റ്റേഷന്റെ വീട്ടിൽ നിന്നൊരു ബൈക്ക് മോഷണം ചെയ്തെടുത്തതായും പറഞ്ഞിട്ടുണ്ട്. അഞ്ചൽ പോലീസ് സ്റ്റേഷനിൽ അതിന് ക്രൈം കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളതാണ്. ഈ രഞ്ജിത്തും ഷൈജുവും നേരത്തെ തന്നെ നിരവധി മോഷണ കേസുകളിലെ പ്രതിയായിട്ടുള്ളവരാണ്. പുനലൂർ പോലീസ് സ്റ്റേഷനിലെ ക്രൈം SI അഭിലാഷ്, മഞ്ജൂർ തുടങ്ങിയവരുടെ നേതൃത്വത്തിലുള്ള ആ ടീമാണ് ഇവരെ രണ്ടുപേരെയും ഇന്ന് അറസ്റ്റ് ചെയ്തത്. റിക്കവറി ഉടനെ എടുക്കുന്നതായിരിക്കും. അതിനുശേഷം അവരെ ഇന്ന് തന്നെ മജിസ്ട്രേറ്റ് മുമ്പ് ഹാജരാക്കി റിമാൻഡ് ചെയ്യുന്നതായിരിക്കും. ഫോക്സ് TV ന്യൂസ് ബ്യൂറോ, പുനലൂർ.